ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 15 വിശുദ്ധ ബൊനവെന്തൂരായുടെ തിരുനാൾ. മധ്യ ഇറ്റലിയിൽ ബോഞ്ഞോ റെജിയോ എന്ന നഗരത്തിൽ 1221 ജോവാന്നി ഫിദാൻസ മേരി റിത്തേച്ച എന്ന മാതാപിതാക്കന്മാരിൽ നിന്ന് ജോൺ ജനിച്ചു. 4 വയസ്സുള്ളപ്പോൾ കുട്ടിക്ക് കഠിനമായ ഒരു രോഗം പിടിപെട്ടു. അമ്മ ഫ്രാൻസിസ് അസീസിയെ സമീപിച്ച് ദൈവത്തോട് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. കുട്ടിക്ക് പൂർണ്ണ സുഖം പ്രാപിച്ചു. ഫ്രാൻസിസ് അസീസി പിന്നീട് കുട്ടിയെ കണ്ടപ്പോൾ സമാധിയിൽ ബെനവന്തൂര, അതായത് ഉത്തമ ഭാഗ്യം എന്ന് വിളിച്ചു. അങ്ങനെ ജോണിന് ബെനവന്തൂര എന്ന പേരുണ്ടായി. 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം റോമിൽ ഫ്രാൻസിസ്കൻ സഭാവസ്ത്രം സ്വീകരിച്ചു. അലക്സാണ്ടർ ഹെയിൽസ് മുതലായ പണ്ഡിതന്മാരുടെ കീഴിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു. 1257 ബൊനവെന്തൂരായുടെ സ്നേഹിതൻ തോമസ് അക്വീനോസിനോടൊപ്പം ഡോക്ടറേറ്റ് നേടി. ഒരിക്കൽ വിശുദ്ധ അക്വീനോസ് ബൊനവെന്തൂരയോട് ചോദിച്ചു, ഈ ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ക്രൂശിത രൂപം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ വിജ്ഞാനത്തിൻ്റെ ഉറവിടം. ഞാൻ ക്രൂശിതനായ യേശുക്രിസ്തുവിനെ മാത്രം പഠിക്കുന്നു. ഏറെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ പൗരോഹിത്യം നേടി. 35 വയസ്സു മാത്രം പ്രായമുള്ളപ്പോൾ സഭയുടെ ജനറലായി. ഒരിക്കൽ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം എഴുതുന്നത് കണ്ടിട്ട് തോമസ് അക്വീനോസ് പറഞ്ഞു, ഒരു പുണ്യവാന്റെ ചരിത്രം മറ്റൊരു പുണ്യവാൻ എഴുതുന്നു. ലിയോൺസ് സൂനകദോസ് 10-ാം ഗ്രിഗറി മാർപ്പാപ്പയുടെ വലതുവശത്തിരുന്ന് സൂനകദോസ് നടപടികളിൽ പങ്കെടുത്തു. 1274 ജൂലൈ 15-ാം തീയതി പ്രഭാതത്തിൽ സൂനകദോസിനിടയ്ക്ക് 53-ാമത്തെ വയസ്സിൽ ബൊനവെന്തൂര നിര്യാതനായി. 1482 സിക്തൂസ് 4-ാമൻ മാർപ്പാപ്പ വിശുദ്ധനെന്നും 1568 സിക്തൂസ് 5-ാമൻ മാർപ്പാപ്പ വേദപാരംഗതനെന്നും പ്രഖ്യാപിച്ചു. വിശുദ്ധ ബൊനവെന്തൂര ഞങ്ങൾക്കു വേണ്ടിയും തിരുസഭ മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ
അനുഗ്രഹമരുളണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.